ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ബാങ്കിങ് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ വൈശാഖ് മാധവൻ. അപ്പോൾ നമ്മളുടെ IBPS RRB എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അല്ലേ? IBPS ഓൾറെഡി കലണ്ടറൊക്കെ റിലീസ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണും, ഈ കൊല്ലം അതായത് 2024 ഒരുപാട് റിട്ടയർമെൻറ്റ്സ് ഒക്കെ നടക്കുന്ന കൊല്ലമാണെന്നും കേട്ട് കാണും. ബാങ്കുകളിൽ വേക്കൻസീസിൻ്റെ എണ്ണം കുറച്ച് കൂടിയിട്ടുണ്ടെന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ സാറൊക്കെ വന്ന് എപ്പോഴും പറയാറുണ്ട് ഈ കൊല്ലം ഒരുപാട് വേക്കൻസി വിളിക്കുമെന്ന്. അപ്പോൾ നിങ്ങൾ കരുതിയിട്ടുണ്ടാവും ഇത് ഇവർ ചുമ്മാ പറയണതല്ലേ എന്നല്ലേ? അല്ല, അതിനുള്ള തെളിവല്ലേ IBPS RRB എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനിലേക്ക് എടുക്കുന്ന 100-ലേറെ വേക്കൻസി ക്ലർക്കിനുണ്ട് കേരളത്തിലല്ലേ. 195ഓളം ഓഫീസർ സ്കെയിൽ 1 ഉണ്ട്, PO വേക്കൻസി ഉണ്ട്. അപ്പം അത്രയ്ക്കധികം വേക്കൻസി കേരളത്തിൽ മാത്രമാണ്. ഒരു ബാങ്കേ ഉള്ളൂ കേരളത്തിൽ, കേരള ഗ്രാമീൺ ബാങ്ക് അല്ലേ. അവിടെ അത്ര വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ആരാ വരാൻ പോകുന്നത് പിന്നാലെ? IBPS ക്ലർക്ക് വരില്ലേ? ബാങ്കുകളുടെ എണ്ണം കൂടുതലല്ലേ. IBPS PO വരില്ലേ? ബാങ്കുകളുടെ എണ്ണം കൂടുതലല്ലേ. അപ്പോൾ വേക്കൻസിയും കൂടും. പിന്നെ ആര് വരും പിന്നാലെ? SBI PO ഉണ്ട്, ക്ലർക്ക് ഉണ്ട്. അവിടെയും കഴിഞ്ഞ കൊല്ലത്തെ പോലെ ഒന്നല്ല, നല്ല വേക്കൻസി എന്തായാലും ഉണ്ടാവും. അത് കൂടാതെ അപ്കമിങ് ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാംസ്, അതുകൂടാതെ ബാക്ക് ടു ബാക്ക് RBI ഉണ്ട്. അതേപോലെ ഒരുപാട് ബാങ്ക് എക്സാംസ് ഉണ്ട്. പ്രൈവറ്റ് ബാങ്ക് ഉണ്ട്, എന്താണ് നബാർഡ്, അതേപോലത്തെ ബാങ്കുകളുണ്ട്. ഈ എക്സാംസും ഇൻഷുറൻസ് കമ്പനികളുണ്ട്. ഇതെല്ലാം വിളിക്കാൻ പോവാ. ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് എന്താണ് എക്സാം എഴുതി മരിക്കാം എന്ന് പറയുന്ന പോലെ തന്നെ എക്സാം എഴുതി നടക്കാം. അത്രയ്ക്കധികം എക്സാംസ് ആണ് നമ്മളുടെ മുന്നിൽ വരാൻ പോകുന്നത്. ഒരു ലോഡ് എക്സാംസ് ഇനി നിങ്ങൾ വരും. നോട്ടിഫിക്കേഷൻ വരിക, അപ്ലൈ ചെയ്യുക, എക്സാം എഴുതാം. നമ്മൾ ചെയ്യേണ്ടത് എന്താ? പാഴാക്കരുത്. ആരെ? സമയത്തെ. ബഹുമാനിച്ച് മുന്നോട്ട് പോകണം. ആരെ? സമയത്തെ. ടൈം എന്ന് പറയുന്നത് പോയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടില്ല. അതേപോലെ തന്നെ ഒരാളാണ് പോയാൽ തിരിച്ചു കിട്ടാത്തത്. അവസരം, ഓപ്പർച്യൂണിറ്റി, ചാൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കൊല്ലം കിട്ടുന്ന അവസരങ്ങൾ ചിലപ്പോൾ അടുത്ത കൊല്ലം ഇല്ലെങ്കിലോ? നിങ്ങളുടെ ഏജ് കഴിഞ്ഞു പോയാലോ? പാഴാക്കരുത്. നമ്മളുടെ മുന്നിലുള്ള അവസരങ്ങൾ നന്നായി വിനിയോഗിക്കുക. എന്നാലേ നമുക്ക് എന്താവാൻ പറ്റുള്ളൂ? സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം എക്സാംസും കാര്യങ്ങളെല്ലാം വിളിക്കും. അതിനെങ്ങനെ പഠിക്കണം എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. ഒരു ബ്രീഫായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്കമിങ് ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാംസിന് എങ്ങനെ പഠിക്കണം, എങ്ങനെ ടൈം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കണം, ഒരു ചെറിയൊരു സ്റ്റഡി പ്ലാൻ. ഓക്കെ, ഈ എക്സാംസിനെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എൻട്രി ഉണ്ട്. എൻട്രിയുടെ ഗോൾഡ് ബാച്ച് ഉണ്ട്, IBPS സ്പെഷ്യൽ ബാച്ച് ഉണ്ട്. അതിന് ഒരുപാട് ബാച്ചുകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് ദാക്കെടുക്കുന്ന നമ്പർ 7736122215 എന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവിധ സംശയങ്ങളും നമ്മളുടെ കൗൺസിലിംഗ് ടീം എന്ത് ചെയ്യും? ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് എല്ലാത്തിനെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. അതാക്കെടുക്കുന്നു. അപ്കമിങ് ബാങ്ക് എക്സാംസ് ഓൾറെഡി വിളിച്ചു. IBPS RRB PO ക്ലർക്ക്, IBPS ക്ലർക്ക്, IBPS PO, IBPS SO, SBI PO, SBI ക്ലർക്ക്, SBI അപ്രന്റീസ്ഷിപ്പ്, സിഡ്ബി റിക്രൂട്ട്മെൻറ്റ്, ബാങ്ക് ഓഫ് ഇന്ത്യ റിക്രൂട്ട്മെൻറ്റ്, ബാങ്ക് ഓഫ് ബറോഡ SO, ECGC, RBI അസിസ്റ്റൻറ്റ്, RBI ഗ്രേഡ് B, IDB എക്സിക്യൂട്ടീവ്, IDBI SO, IDB അസിസ്റ്റൻറ്റ് മാനേജർ റിക്രൂട്ട്മെൻറ്റ്. കുറച്ചായിട്ടുള്ളൂ, ഇനിയുണ്ട്. അപ്കമിങ് ഇൻഷുറൻസ്, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് തുടങ്ങി കിടക്കുന്ന ഇൻഷുറൻസ് കമ്പനികൾക്കൊക്കെ ആവശ്യമുണ്ട്. കൊല്ലം ആവശ്യമുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും? നോട്ടിഫിക്കേഷൻ റിക്രൂട്ട്മെൻറ്റ് നടത്തും. നമ്മളല്ലേ ആവശ്യമുള്ളത്? എഴുതിക്കോ എക്സാം, എന്തായാലും ജോലി കിട്ടും അല്ലേ. കൂടാതെ അതർ ബാങ്ക്സ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നേരത്തെ ഞാൻ പറഞ്ഞു, സെബി, നബാർഡ്, ഇൻഡിവിജ്വൽ ബാങ്ക് PO എക്സാംസ്, മണിപ്പാൽ എക്സാംസ് എന്ന് കേട്ടിട്ടില്ലേ? കോഴ്സ് അത് ഈ കാനറ ബാങ്കും, ബാങ്ക് ഓഫ് ബറോഡയും, ഇന്ത്യൻ ബാങ്കും എല്ലാവരും വിളിക്കും. ആ എക്സാംസാണത്. IBPS സ്പെഷ്യലിസ്റ്റ് SO ഓഫീസർ, RBI അസിസ്റ്റൻറ്റ്, നബാർഡ് ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻറ്റ്, ഇവിടെയും ഉണ്ട് കുറേ എക്സാംസ്. എല്ലാത്തിനെയും കുറിച്ച് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ തീരാത്ത അത്ര എക്സാംസ് ഉണ്ട്. ഓക്കെ, അതുകൂടാതെ
നമ്മുടെ നാട്ടിൽ നാഷണലൈസ്ഡ് ബാങ്ക്, ഗവൺമെൻറ് ഓൺഡ് ബാങ്ക് അല്ലാതെ ഒരുപാട് പ്രൈവറ്റ് ബാങ്ക് ഉണ്ട്. ഒരുപാട് അവസരങ്ങൾ അവിടെയുണ്ട്. നല്ല രീതിയിലുള്ള സാലറി പാക്കേജും നല്ല അലവൻസും നല്ല ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ പ്രൈവറ്റ് ബാങ്ക്സും. ഫെഡറൽ ബാങ്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സൗത്ത് ഇന്ത്യൻ ബാങ്ക്. ചിലവർക്ക് ഇപ്പോൾ ഫെഡറൽ ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കും പ്രൈവറ്റ് ബാങ്ക് ആണെന്ന് ചിലപ്പോൾ പുതിയ അറിവായിരിക്കും. അതെ, അത് രണ്ടും പ്രൈവറ്റ് ബാങ്ക്സാണ്. കർണാടക ബാങ്ക്, HDFC, ICICI, ആക്സിസ് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ബാങ്കുകളാണ്. കൊടക് മഹീന്ദ്ര ബാങ്ക്, യെസ് ബാങ്ക്, ഇൻഡസെൻഡ്, RBL, കരൂർ വൈശ്യ ബാങ്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രൈവറ്റ് ബാങ്കാണ്. ഇത് കൂടാതെ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, അങ്ങനെ ഒരുപാട് ബാങ്കുകൾ നമ്മുടെ നാട്ടിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. അപ്പം ഇത്രയ്ക്കും ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ എടുത്തോളൂ. പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വയ്യാണ്ടായി. അപ്പോൾ നിങ്ങളതിലേക്ക് നിങ്ങളുടെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ എനിക്ക്. കാരണം ഇത്രയ്ക്കധികം വേക്കൻസീസ് ഈ കൊല്ലുണ്ടെന്നുള്ള എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾക്കും കേട്ടപ്പോൾ വയ്യാണ്ടായില്ലേ? അപ്പോൾ ആ വയ്യായിക എന്താക്കി മാറ്റണം? ഊർജ്ജമാക്കി മാറ്റണം, മോട്ടിവേഷനാക്കി മാറ്റണം. കാരണം എന്താ? ഇത്രയ്ക്കധികം വേക്കൻസീസ് നിങ്ങളുടെ മുന്നിലുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി അതിലേക്ക് എങ്ങനെ പഠിക്കാം? നമുക്ക് ഏതൊരു ബാങ്ക് എക്സാം എടുത്താലും നമുക്കൊരു പ്രിലിമിനറി എക്സാം ഉണ്ടാവും, ഒരു മെയിൻസ് എക്സാം ഉണ്ടാവും. പിന്നെ ഇപ്പോൾ നമ്മൾ SBA POയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും. ചില പ്രൈവറ്റ് ബാങ്കുകളിലേക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും. ഇൻ്റർവ്യൂ എന്തായാലും ഓഫീസർ പോസ്റ്റുകളിലേക്ക് ഉണ്ടാവും. ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ്, ഇപ്പോൾ നമ്മൾ ക്ലർക്കൽ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ RRB എക്സാംസിനൊക്കെ എന്തുണ്ട്? ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. ചില ഇതിനൊക്കെ എന്തുണ്ടാവും? ഒരു സൈക്കോമെട്രിക് ടെസ്റ്റും ഉണ്ടാവും. എല്ലാത്തിനൊന്നുമില്ല. ചില ബാങ്കുകളൊക്കെ എക്സാംസിനൊക്കെ, ചില സ്പെഷ്യൽ എക്സാംസിനൊക്കെ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റും ഉണ്ടാവും വലിയ പോസ്റ്റുകളിലേക്ക്. ഇത്ര കാര്യമാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഈ പ്രിലിമിനറി എക്സാം ഉണ്ട്. ഇനി ഈ എക്സാംസിനൊക്കെ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്? ഓക്കെ, എക്സാമിന് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്? എന്തായാലും ബാങ്ക് എക്സാംസിനും മെയിൻസിനും പ്രിലിംസിനും ഓൾമോസ്റ്റ് സെയിം ആണ് പഠിക്കേണ്ട കാര്യങ്ങൾ. എക്സാമിൻ്റെ ലെവലിൽ വ്യത്യാസം ഉണ്ടാവും. റീസണിങ്, മെൻ്റൽ എബിലിറ്റി എന്നൊക്കെ പറയും, റീസണിങ്. അതേപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, കമ്പ്യൂട്ടർ നോളജ് എല്ലാത്തിനുമില്ല, ചില എക്സാംസിനുണ്ടാവും. ജനറൽ അവയർനെസ് ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലാണ് നമ്മൾ എന്ത് വരുന്നത്? ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രറ്റേഷൻ എന്ന് പറയുന്ന പാർട്ട് വരുന്നത്. അതിനെ ന്യൂമറിക്കൽ എബിലിറ്റി എന്നും പറഞ്ഞ് വിളിക്കാറുണ്ട്. ഈ റീസണിങ്ങിലാണ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ് എന്നും പറഞ്ഞൊക്കെ വരാറുണ്ട്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റഡി പ്ലാൻ എങ്ങനെ പഠിക്കണം? ഇപ്പോൾ IBPS RRB എക്സാമിന് ഏകദേശം നമ്മുടെ മുന്നിൽ 2 മാസമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ നമുക്കെല്ലാം വേണം. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി റീസണിങ് അടിപൊളിയായിട്ട് ചെയ്യും. പസിൽസൊക്കെ അവൻ വിത്തിൻ സെക്കൻഡ്സ് സോൾവ് ചെയ്യും. പക്ഷേ അവന് IBPS എക്സാംസ് ക്ലിയർ ചെയ്യുന്നില്ല. കാരണം അവിടെ ഇൻഡിവിജ്വൽ ടൈമിംഗ് ഉണ്ട്, അതേപോലെ ഇൻഡിവിജ്വൽ കട്ട് ഓഫ് ഉണ്ട്, QAയും അറിയണം, എന്തറിയണം? ഇംഗ്ലീഷ് അറിയണം. അപ്പോൾ ഈ 3 സബ്ജക്റ്റും അത്രയ്ക്കധികം ഇമ്പോർട്ടൻ്റാണ് നമുക്ക് പ്രിലിമിനറി പാസ്സാവാനും മെയിൻസ് പാസ്സാവാനും. ഒരാൾക്ക് ഇമ്പോർട്ടൻസ് കൂടുതലെന്നോ ഒരാൾക്ക് ഇമ്പോർട്ടൻസ് കുറവെന്നോ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഡെയിലി നമ്മൾ സിലബസ് കവർ ചെയ്യുക. ഫസ്റ്റ് തന്നെ ഫുൾ സിലബസ് കവർ ചെയ്യുക. റീസണിങ്ങിൽ എന്താണോ പഠിക്കാനുള്ളത് അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. ഇംഗ്ലീഷിൽ എന്താണോ പഠിക്കാനുള്ളത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. QA ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മളുടെ കോഴ്സുകൾ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലെവൽ 1 സിലബസ് കവർ ചെയ്തു. ലെവൽ 2 നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. ഞാൻ അതേപോലെ തന്നെയാണ് പറയണത്. നിങ്ങൾ തന്നെ മനസ്സിലാക്കണം എവിടെയാണ് എൻ്റെ വീക്ക് പോയിൻ്റ്. അതിന് നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. നമ്മളുടെ കയ്യിൽ ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റ് ഉണ്ട്. അനാലിസിസ് ചെയ്യണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സപ്പോർട്ട് കൂടി നമ്മൾ അനാലിസിസ് നടത്തുന്നുണ്ട്. അത് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വീക്ക് അരിത്തമെറ്റിക് പ്രോബ്ലംസിലാണ്, അല്ലെങ്കിൽ ഞാൻ വീക്ക് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനിലാണ്, ഇന്ന പസിൽസ് എനിക്ക് കിട്ടുന്നില്ല, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ ഞാൻ വായിച്ചെത്തുന്നില്ല. നിങ്ങളുടെ അനാലിസിസ് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നമ്മൾ എവിടെയാണ് വീക്ക്, ഞാൻ എവിടെയാണ് വീക്കെന്ന് എനിക്ക് മനസ്സിലായി. ആ വീക്ക്നെസ് പോയിൻ്റ് എടുത്തിട്ട്, ആ വീക്കായിട്ടുള്ള പോയിൻ്റ് ഞാൻ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും? ഇമ്പ്രൂവ് ചെയ്യണം. ആ സ്പെസിഫൈ ഏരിയയിലേക്ക് ഞാൻ ടൈം കൂടുതൽ കൊടുത്തു, അവിടേക്ക് ഞാൻ ടൈം കൂടുതൽ കൊടുത്ത് ആ ഏരിയാസും ഞാൻ എന്താക്കി? പെർഫെക്റ്റായി പഠിച്ചു. അവിടെ നിങ്ങൾ സിലബസ് എല്ലാം കവറായി കഴിഞ്ഞാൽ ഇനി നമുക്കിത് ഇത്ര ക്വസ്റ്റ്യൻസ് ഇത്ര ടൈമിന് ചെയ്യണം എന്നാണ് അല്ലേ? ടൈം മാനേജ്മെൻറ്റ് വേണം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്
10 ക്വസ്റ്റ്യൻ എടുക്കുക, ഒരു 5 മിനിറ്റ് സമയം കൊടുക്കുക, ചെയ്ത് തീർക്കാൻ പറ്റുമോ നോക്കുക. ആദ്യം ഡിഫിക്കൽട്ടായിരിക്കും, വീണ്ടും വീണ്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ടൈം വെച്ച്. അതല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തു, 80 ക്വസ്റ്റ്യൻ ഉണ്ട് IBPS RRB PO എക്സാം, 80 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു, എനിക്ക് ഫുൾ മാർക്കാ. ഞാൻ ചോദിച്ചു, അപ്പോൾ ആ ആളുടെ അടുത്ത് ഞാൻ ചോദിച്ചു, എത്ര സമയം കൊണ്ടാണ് ചെയ്തേ? ഒരു 2.5 മണിക്കൂർ എടുത്തു. കാര്യമുണ്ടോ? സത്യമാണ്. ആ കുട്ടി 2.5 മണിക്കൂർ കൊണ്ട് 80 ക്വസ്റ്റ്യനും എക്സാക്റ്റ് കറക്റ്റായിട്ട് ചെയ്തു. നമ്മളുടെ മുന്നിൽ 80 ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടുള്ളത് 45 മിനിറ്റാണ്. 45 മിനിറ്റാണ്, 1 മണിക്കൂറില്ല. അപ്പോൾ ഈ 45 മിനിറ്റ് കൊണ്ട് നമ്മൾ 80 ക്വസ്റ്റ്യൻ ചെയ്യണം. ആ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. 2.5 മണിക്കൂർ കൊണ്ടാണ് ആദ്യം ചെയ്തെങ്കിൽ വീണ്ടും ചെയ്യുക, അടുത്ത വട്ടം കുറച്ച് കുറവ് വരും. വീണ്ടും ചെയ്ത് 45 മിനിറ്റ് കൊണ്ട് ആ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ള ലെവലിൽ നിങ്ങൾ എത്തണം. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ഏതൊക്കെ ഇംഗ്ലീഷ് ആയാലും റീസണിങ് ആയാലും QA ആയാലും ആ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോകണം. അതിന് നിങ്ങൾ ഡെയിലി തന്നെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ആദ്യം അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്തു, ആ സമയം മാറ്റി വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? മിനിമം ഡെയിലി ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം? ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും എന്ത് ചെയ്യാം? പ്രിലിംസിൻ്റെ ചെയ്യാം. ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും പ്രിലിംസ് ചെയ്യാം. വെറുതെ മക്കളെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്തു, ഓക്കെ, എത്ര സമയം? 1 മണിക്കൂർ കൊണ്ട് ഞാൻ IBPS POൻ്റെ മോക്ക് ടെസ്റ്റ് ചെയ്തു, 100 ക്വസ്റ്റ്യൻ ചെയ്തു, എനിക്ക് 40 മാർക്ക് കിട്ടി. സിസ്റ്റം അല്ലെങ്കിൽ ഫോൺ ഓഫ് ചെയ്ത് മാറിയിരിക്കല്ല ചെയ്യണ്ടേ. ആ 100 ക്വസ്റ്റ്യനും വീണ്ടും ആ 100 ക്വസ്റ്റ്യനിലൂടെ പോകണം, അനലൈസ് ചെയ്യണം. എവിടെയാണ് മാർക്ക് പോയത്? എത്ര സമയം നിങ്ങൾ ആ ക്വസ്റ്റ്യനിൽ ഇരുന്നു? ഓക്കെ, ആവറേജ് എത്ര സമയം നിങ്ങൾ വേസ്റ്റ് ആക്കി? ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്ത് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ആ മോക്ക് ടെസ്റ്റിൽ 100 ക്വസ്റ്റ്യനിലൂടെ പോയി. അങ്ങനെ ഒരാഴ്ച ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ ചെയ്തു? 700 ക്വസ്റ്റ്യനിലൂടെ പോയി. ഒരു മാസം നിങ്ങളപ്പോൾ എത്ര ക്വസ്റ്റ്യനിൽ പോയി? ഏകദേശം 3000-ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടു. ക്ലിയർ അല്ലേ? അതേപോലെ നമുക്ക് പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും പഠിപ്പ് ഒരുമിച്ച് കൊണ്ടുപോകണം. കാരണം അവസാനത്തേക്ക് നമുക്ക് സമയം കിട്ടില്ല. ഇപ്പോൾ IBPS RRB ആണെങ്കിൽ ഓഗസ്റ്റിൽ നിങ്ങൾക്ക് പ്രിലിമിനറി എക്സാം നടന്നു, സെപ്റ്റംബറിൽ നമുക്ക് മെയിൻസ് നടക്കുമെന്നാണ് പറയുന്നത്. പ്രിലിംസ് കഴിഞ്ഞ് റിസൾട്ട് വന്ന് ഏകദേശം 2 ആഴ്ച ഗ്യാപ്പ് കൂടി കഴിഞ്ഞാൽ നമുക്ക് മെയിൻസ് എക്സാം ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ 2 ആഴ്ച സമയം കൊണ്ട് നിങ്ങൾക്ക് മെയിൻസിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. പ്രിലിംസിൻ്റെ ടോപ്പിക്സിൽ കുറച്ച് ടഫ്നെസ് ലെവൽ കൂടിയതാണ് മെയിൻസ്. അവിടെ ടൈം മാനേജ്മെൻറ്റിനേക്കാൾ കൂടുതൽ നമുക്ക് എന്താണ്? കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? സോൾവ് ചെയ്തെടുക്കണം. അപ്പോൾ മെയിൻസിന് വേണ്ടി പഠിക്കുമ്പോൾ ഇപ്പം തന്നെ പഠിപ്പ് സൈഡിൽ കൂടെ കൊണ്ടുപോവുക. പ്രിലിംസ് എക്സാമിന് വേണ്ടി നിങ്ങൾ മാറ്റി വയ്ക്കുമ്പോൾ അവിടെ സ്പീഡും കാര്യങ്ങളുമാണ്. മെയിൻസിനും നിങ്ങൾ എന്ത് ചെയ്യുക? ടൈം എടുക്കുക. ആഴ്ചയിൽ ഒരു 2 മോക്ക് ടെസ്റ്റ് എങ്കിലും മെയിൻസിൻ്റെയും ചെയ്ത് ശീലിക്കുക. പ്രിലിംസ് വൺസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫുൾ കോൺസെൻട്രേഷൻ എന്തിലേക്ക് കൊടുക്കുക? മെയിൻസിലേക്ക് കൊടുക്കുക. അങ്ങനെ ആഴ്ചയിൽ 2 എന്നുള്ളത് എണ്ണം കൂട്ടി കൊടുക്കുക. ഡെയിലി ചെയ്താൽ അത്രയും നല്ലത്. അതിനുള്ള സമയം നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. ഇനിയുള്ള ദിവസങ്ങൾ അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത്ര സമയം? മെയിൻസിൻ്റെ മോക്ക് ടെസ്റ്റിന് ഏകദേശം 2-2.5 മണിക്കൂറൊക്കെ എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ആഴ്ചയിൽ 2 എന്ന് പറഞ്ഞത്. മാക്സിമം എത്ര വേണമെങ്കിലും ചെയ്താൽ അത്രയ്ക്കും നല്ലതാണ്, നിങ്ങളുടെ ടൈം അവൈലബിലിറ്റി അനുസരിച്ച്. കുറച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ മറന്നു, ആക്യുറസി. ടൈം മാനേജ്മെൻറ്റിൻ്റെ ഒപ്പം ആക്യുറസി. 100 ക്വസ്റ്റ്യൻ നിങ്ങൾ 1 മണിക്കൂർ കൊണ്ട് ചെയ്തു, പക്ഷേ ആ 100 ക്വസ്റ്റ്യനും തെറ്റാണെങ്കിൽ കാര്യമുണ്ടോ? ഇല്ല. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ലെസ് മാർക്ക് വരുന്നത് കുറച്ച് കൊണ്ടുവരണം. കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ഈ വീക്ക് പോയിൻ്റൊക്കെ ഇമ്പ്രൂവ് ആവും. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും ചെയ്യാൻ പറ്റുന്നുള്ള ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മോക്ക് ടെസ്റ്റുകളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. മോക്ക് ടെസ്റ്റുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോക്ക് ടെസ്റ്റിൻ്റെ എണ്ണം കൂട്ടാം. അപ്പോൾ നിങ്ങൾ അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് വീക്കായിട്ടുള്ള പോയിൻ്റ് കിട്ടും. ആ പോയിൻ്റ് എടുത്തിട്ട് നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ എല്ലാ മോക്ക് ടെസ്റ്റും നടക്കുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ വേർഡ് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുന്നില്ല. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ വേർഡ് പ്രോബ്ലംസ് സെപ്പറേറ്റ് ടഫ് ക്വസ്റ്റ്യൻസും മീഡിയേറ്റ് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് പഠിക്കുക. അവിടെ ഇമ്പ്രൂവ് ആയി അല്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? നല്ല ഇമ്പ്രൂവ് ചെയ്ത് ഒരു ലെവലിലേക്ക് എത്തും. അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിൻസിലേക്കുള്ള പ്രിപ്പറേഷനും പ്രിലിംസിൻ്റെ ഉള്ള പ്രിപ്പറേഷൻ്റെയും ഒരു കാര്യം ഞാൻ പറഞ്ഞത്. ഒപ്പം ചെയ്യേണ്ട കാര്യങ്ങളും കൂടിയുണ്ട്.
നിങ്ങൾക്ക് കമ്പ്യൂട്ടർ നോളേജ് പല എക്സാമുകൾക്കും ഉണ്ടാവും അല്ലേ. കമ്പ്യൂട്ടർ നോളേജ് നിങ്ങൾ വൺസ് നമ്മളുടെ മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്ത് ബുക്കുകളൊക്കെ യൂസ് ചെയ്ത് എന്ത് ചെയ്യുക, പഠിച്ച് വെക്കാം. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ബോറടിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്തൊന്ന് റിവൈസ് ചെയ്ത് വിട്ടാൽ മതി. എക്സാമിന് ഒരു 2 ദിവസം മുന്നോ 3 ദിവസം മുന്നോ അതൊന്ന് റിവൈസ് ചെയ്യാം. കമ്പ്യൂട്ടർ അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ ഡെയിലി എന്ത് വായിക്കുക, ഹിന്ദു പേപ്പർ ആണെങ്കിൽ വളരെ നല്ലത്. നമ്മൾ ഹിന്ദു പേപ്പർ വായിച്ചാലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് നല്ലതാണ്, അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. എഡിറ്റോറിയൽ വായിക്കണം. എഡിറ്റോറിയൽ വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നോളേജ് നിങ്ങൾക്ക് എഡിറ്റോറിയലിൽ നിന്ന് കിട്ടും. കോംപ്രഹെൻഷനൊക്കെ ടഫായിട്ടുള്ള വേർഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടും, എഡിറ്റോറിയലിൽ നിന്ന് കിട്ടും. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഹിന്ദു പേപ്പർ വായിക്കേണ്ട പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ജനറൽ അവെയർനെസ് ഓർ ഫിനാൻഷ്യൽ അവെയർനെസ് എന്ന് പറയുന്ന മെജോറിറ്റി മാർക്ക് നമുക്ക് കിട്ടാവുന്ന ഒരു ടോപ്പിക്കാണ്. കാരണം അതിന് ഹൈ മാർക്കാണ് വരുന്നത് അല്ലേ. കാരണം നമുക്ക് അതിൽ എല്ലാ ക്വസ്റ്റ്യനും വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് മാർക്ക് ചെയ്ത് പോവാം അല്ലേ, ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അവിടെ നല്ല ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, 6 മാസത്തെ എക്സാം നടക്കുന്നതിന് പിന്നിലേക്ക് 6 മാസത്തെയാണ് നമ്മളുടെ അടുത്ത് എന്ത് ചോദിക്കാം, 6 മാസത്തെയാണ് നമ്മളുടെ അടുത്ത് പിന്നിലേക്ക് ചോദിക്കുക സാധാരണ. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു 4 മാസത്തെ, അതായത് ഇപ്പോൾ സെപ്റ്റംബറിലാണ് എക്സാം നടക്കണമെങ്കിൽ സെപ്റ്റംബറിന് മുന്നേ ആഗസ്റ്റ്, ജൂൺ, ജൂലൈ അല്ലേ, മെയ്. അപ്പോൾ ഈ 4 മാസം മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, അപ്പോൾ ഈ 4 മാസത്തെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുക. അപ്പോൾ അതെന്തായാലും പഠിക്കണം. അത് ഡെയിലി തന്നെ പഠിച്ചു പോകണം. അപ്പോൾ എക്സാം അന്നാണെന്നുണ്ടെങ്കിൽ ഈ മാസത്തെ പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. കറണ്ട് അഫേഴ്സ് ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെച്ച് പോവുക. ഒരു നോട്ടിൽ എഴുതി വെച്ച് പോവുക. കറണ്ട് അഫേഴ്സ് ഡെയിലി നിങ്ങൾ ഒരു നോട്ടിൽ എഴുതി വെച്ച് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ സ്റ്റഡി പ്ലാനാണ്. അപ്പോൾ ഈ കറണ്ട് അഫേഴ്സ് നമ്മൾ ഡെയിലി ഒരു നോട്ടിൽ എഴുതി വെച്ച് പോയാലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അത് അന്ന് രാത്രി, അതായത് രാത്രി ഒരു 10 മണിയാകുമ്പോഴാണ് നിങ്ങൾ എഴുതി വെക്കണമെന്ന് കരുതാം. കിടന്നുറങ്ങിക്കോ എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്തൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം. വീക്ക്ലി വൺസ് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യാം. അങ്ങനെ റിവൈസ് ചെയ്ത് മന്ത്ലി ആകുമ്പോൾ നിങ്ങളത് എഴുതി വെച്ചത് എന്ത് ചെയ്യുക, വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യാം. അങ്ങനെ റിവൈസ് ചെയ്ത് പിന്നെ എക്സാമിന് നിങ്ങൾക്ക് അപ്പോൾ എന്ത് ചെയ്യും, ആലോചിക്കുമ്പോൾ ഓപ്ഷൻസ് കാണുമ്പോഴൊക്കെ നമുക്ക് നമ്മളുടെ മൈൻഡിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റാണോ അതൊന്ന് റിവൈസ് ചെയ്യാനൊക്കെ എളുപ്പത്തിനായിട്ട് നമ്മൾ എല്ലാ മാസവും എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്കിങ് കറണ്ട് അഫയേഴ്സ് ക്യാപ്സ്യൂൾ മെയ് എഡിഷൻ. ഈ മെയ് മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്യാപ്സ്യൂള് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ഫ്രീ ആയിട്ട് തികച്ചും സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതും അപ്പോൾ ഇതെല്ലാം ബേസ് ചെയ്ത് നിങ്ങളൊന്ന് വീണ്ടും അതൊരു മാസത്തിൽ ഇതിങ്ങനെ റിവൈസ് ചെയ്ത് പോവുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ മൈൻഡിൽ ഫീഡ് ചെയ്യും. കാണാപ്പാടൊന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല. പേപ്പർ വായിച്ചു, നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്നൊക്കെ സ്വീകരിച്ച് നമ്മൾ എന്ത് ചെയ്തു, എഴുതി വെച്ച് പോയി. നമ്മളുടെ മന്ത്ലി മാഗസിൻ നിങ്ങൾ വായിച്ചു. ഇനി എക്സാം ആവും ഇതൊക്കെ എടുത്തൊന്ന് റിവൈസ് ചെയ്താൽ മതി. അതിനുള്ള സമയമാണ് നമുക്ക് അപ്പോൾ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പഠിച്ചു പോകണം. ഈ രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ കോൺഫിഡൻസോട് കൂടി എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് പോയി നമുക്ക് എക്സാംസ് എഴുതാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിലുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചില ദിവസങ്ങളിൽ അർജൻറ്റായിട്ട് ചിലപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള സമയം കിട്ടില്ല. സമയം ഉണ്ടാക്കണം. നിങ്ങളതിന് വേണ്ടി സമയം അറേഞ്ച് ചെയ്ത് കിട്ടുന്ന ടൈമിലെല്ലാം എന്ത് ചെയ്യുക, പഠിക്കാം. ഓക്കെ, വെറുതെ ഇരിക്കുന്നവർക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. മറ്റുള്ള കുട്ടികളൊക്കെ ചിലപ്പോൾ ജോലി ചെയ്തിട്ടായിരിക്കും പ്രിപ്പറേഷൻ നടത്തുന്നത്. അവരെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഇതിന് വേണ്ടി മാത്രം ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ടൈം കിട്ടുന്നില്ലേ. ആ ടൈമൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ ഫ്രീ ആയിട്ട്, ചിലവർക്ക് രാത്രി ഇരുന്ന് പഠിക്കുന്നതായിരിക്കും സുഖം. കാലത്ത് കുറച്ച് നേരം വൈകിയാണ് എഴുന്നേൽക്കുക, മതി, നിങ്ങൾ രാത്രി ഇരുന്ന് പഠിച്ചു. ചിലവർക്ക് രാത്രി നേരത്തെ കിടന്നുറങ്ങണം, കാലത്തായിരിക്കും അവർ എഴുന്നേറ്റ് പഠിക്കുക. ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ടൈം നിങ്ങൾ സെറ്റ് ചെയ്ത് ഇത്ര മണിക്കൂർ പഠിക്കുക. മാക്സിമം പഠിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലത്. ആ ടൈം മാനേജ്മെൻറ്റൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് സെറ്റാക്കി പഠിക്കാം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഉറപ്പായിട്ടും നമുക്ക് എന്ത് കിട്ടും, റിസൾട്ട് കിട്ടും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ക്യാപ്സ്യൂൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ. 2024 ബാങ്ക് എക്സാംസ് മാത്രമല്ല, SSC, അതേപോലെ RRB റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ്, പിന്നെ നമ്മളുടെ ബാങ്ക് ഇൻഷുറൻസ് മേഖലയിലെ എക്സാംസ്, ഇതിലേക്കെല്ലാം ഒരുപാട് റിക്രൂട്ട്മെൻറ്റുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ എൻട്രി ഈ 3 എക്സാംസിനും വേണ്ടിയിട്ട് ഒരു സെൻട്രൽ ഗവൺമെൻറ് എക്സാം സ്പെഷ്യൽ ബാച്ച് റൺ ചെയ്യുന്നുണ്ട്. അതിലേക്ക് പുതിയ ബാച്ചുകളും തുടങ്ങുന്നുണ്ട്.
ഈ ബാച്ചിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ഫുൾ സിലബസ് കവർ ചെയ്ത് തരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീക്ക് പോയിൻ്റ് എല്ലാം കണ്ടുപിടിച്ച് അത് ഇമ്പ്രൂവ് ചെയ്ത് തരും. പിന്നെന്താണ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സെക്ഷൻസ് ഉണ്ട്. അതേപോലെ നമുക്ക് ബാങ്ക് എക്സാംസിന് ഇൻ്റർവ്യൂ ഉണ്ട്, അതിനുള്ള കോച്ചിങ് ഉണ്ട്. ടോപ്പ് ക്ലാസ് എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുക. വിഷ്വലൈസേഷൻ ബേസ്ഡ് ക്ലാസ്സാണ്. ഡ്യുവൽ മെൻറ്റർഷിപ്പും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ഇ ബുക്സ്, മോക്ക് ടെസ്റ്റ്, സ്റ്റഡി കാർഡ്സ്, A to Z സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് എന്തായിരിക്കും അവൈലബിൾ ആയിരിക്കും ഈ ബാച്ചിനോടനുബന്ധിച്ച്. ഓക്കെ, ഈ ബാച്ചിനെ കുറിച്ച് അറിയാനും ഞാൻ നേരത്തെ പറഞ്ഞ നമ്പറിലേക്ക് ജസ്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. 7736122215 എന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനെ കുറിച്ച് ഞാൻ സംസാരിച്ചു. അപ്പോൾ അതെല്ലാം വീണ്ടും കേട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇന്ന് തന്നെ പഠിക്കുക. ഒരു കാര്യം മറക്കരുത്, 27-ാം തീയതി, ഈ മാസം 27-ാം തീയതിയാണ് ലാസ്റ്റ് ഡേ. എന്തിൻ്റെ? IBPS RRB എക്സാംസിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക, സമയം പാഴാക്കാതെ എല്ലാവരും വേഗം തന്നെ ഇരുന്ന് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.